ഞാൻ ഈ ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ എന്നോട് പറയും, നിൻ്റെ വീഡിയോയുടെ അടിയിൽ ഭയങ്കര നെഗറ്റീവ് കമൻ്റ് ആണല്ലോ, ഭയങ്കരമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നും ഞാനത് പരിഗണിച്ചിട്ടില്ല, ഇന്നും അത് പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ? യൂസ്ഡ് കാറിൻ്റെ സെയിലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്റ്റീവായിട്ട് ചില വാഹനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു വാഹനം പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ വാഹനം പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എൻ്റെ വാഹന കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ എടുത്ത വാഹനം, ഈ സ്വിഫ്റ്റ് വാഹനം, ഒരു ഷോട്ടുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വാഹനം ഞാൻ സെയിലിന് വേണ്ടി എടുത്താണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. 2 മണിക്കൂറിനുള്ളിൽ ആ വാഹനം ബുക്ക് ചെയ്തു. നമുക്ക് മറ്റൊരാൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളാണ്. അതിൽ തന്നെ ഒരിക്കൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. കാരണം ഷോറൂമിലുള്ള ആളുകളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നെഗറ്റീവ് പറയുന്നത് ഇഷ്ടപ്പെടാത്ത കമ്പനിയിലെ ആളുകൾ എന്നെ വന്ന് തെറി വിളിക്കാറുണ്ട്. പക്ഷേ 10,000 പേര് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കുള്ള ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരു 200 കമൻ്റ് ഉണ്ടാവും. അതിലൊരു 30 കമൻ്റാണ് എന്നെ തെറി വിളിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം എന്നോട് അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു അനുകൂലനം എത്രത്തോളം വലിയ രീതിയിൽ എന്നിലുള്ളൊരു വിശ്വാസം നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പോലും അല്ലാത്ത ഒരാളാണ് ഈ വാഹനം, ഷാജി മാധവൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വാഹനം പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാഹനം അദ്ദേഹത്തിന് ഡെലിവറി ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മൾ വാഹനം കൊടുത്തു. അപ്പോൾ വാഹനം അദ്ദേഹം ഗൾഫിലിരുന്നാണ് വണ്ടിയുടെ ബുക്കിംഗ് എമൗണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തന്നത്. ആ വാഹനം അദ്ദേഹം നേരിട്ട് കാണുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ദിലീപ് ബ്രോ പറയുന്ന കാര്യം എനിക്ക് വിശ്വാസമാണ്, നമ്മളെ ചതിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. 50% പേയ്മെൻറ്റ് എനിക്ക് അയച്ച് തന്ന ശേഷം വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ തുച്ഛമായ ഒരു എമൗണ്ട് എനിക്ക് അയച്ചു തരാൻ ഹോൾഡ് ചെയ്ത്. അത്രയും വിശ്വാസത്തോടു കൂടി ആളുകൾ നമ്മളെ കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതിൻ്റെ പോരായ്മകളും അതിൻ്റെ ബെനിഫിറ്റും ഒക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഇനിയും എടുക്കാൻ പ്ലാനുണ്ട്. ഇനി ഒരു സെയിൽ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാനുള്ള ഒരു അവസരം പോലും എനിക്ക് കിട്ടിയില്ല. അതിന് മുമ്പ് വണ്ടി സെയിലായി പോയി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വാഹനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള വാഹനമാണെങ്കിൽ ആ മാർക്കറ്റിൽ അർഹിക്കുന്ന വാല്യൂ ഉള്ള വില നിങ്ങൾക്കും തരും. തൃശ്ശൂരുള്ള രവി എന്ന് പറയുന്ന ഒരു ആളാണ് എനിക്ക് ഈ വാഹനം തന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ ആളോട് ഞാനിങ്ങനെ വിൽക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്, ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ബ്രോ വളരെയേറെ സപ്പോർട്ട് ചെയ്തു. ഒരു PDI ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു PDIക്ക് ശേഷം ഞാൻ ഈ വാഹനം കണ്ടതാണ്. അങ്ങനെ അവിടെ എക്സ്ചേഞ്ച് കൊടുത്ത വാഹനം ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോടും എനിക്ക് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ. പിന്നെ അതുപോലെ ഷാജി മാധവൻ ആ ചേട്ടനോട് ഒരുപാട് നന്ദി, കാരണം എന്നെ അത്രയും വിശ്വസിച്ചതിന്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സപ്പോർട്ടിനും വിലയേറിയ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് നന്ദി. അപ്പോൾ ഇതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.